കാർഷിക വാർത്തകൾ. രാജ്യത്തെ പഞ്ചസാര ഉൽപാദനത്തിൽ വർധന. ഡിസംബർ 15 വരെയുള്ള കണക്കുകൾ പ്രകാരം ഉൽപാദനത്തിൽ 28% വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നടപ്പ് സീസണിൽ ഇന്ത്യയിലെ പഞ്ചസാര ഉൽപാദനം 28.33% ഉയർന്ന് 7.79 ദശലക്ഷം ടണ്ണായി. മഹാരാഷ്ട്രയിൽ ക്രഷിംഗ് നേരത്തെ ആരംഭിച്ചതും കരിമ്പിൽ നിന്ന് പരമാവധി പഞ്ചസാര സംസ്കരണം സാധിച്ചതുമാണ് ഈ കുതിച്ചുചാട്ടത്തിന് കാരണം. എന്നാൽ പഞ്ചസാരയുടെ അടിസ്ഥാന താങ്ങുവില പരിഷ്കരിക്കാത്തതിൽ ഉയർന്ന ഉൽപാദനം കുടിശ്ശികയ്ക്ക് കാരണമാകുന്ന ഭയത്തിലാണ് പഞ്ചസാര മില്ലുകാർ. കർഷകരിൽ നിന്നടക്കം നിരന്തരമായി ആവശ്യമുന്നയിച്ചിട്ടും അടിസ്ഥാന താങ്ങുവിലയിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. നടപ്പ് സീസണിൽ 1.5 മില്യൺ ടൺ പഞ്ചസാര കയറ്റുമതി ചെയ്യാനാണ് കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ സീസൺ ആരംഭിച്ചതിനു ശേഷം മുൻ പഞ്ചസാര വില കിൻഡലിന് ഏകദേശം 230 രൂപ കുറഞ്ഞിരുന്നു. നിലവിൽ കിൻഡലിന് 3770 രൂപയാണെന്ന് നാഷണൽ ഫെഡറേഷൻ ഓഫ് കോർപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസ് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ നൽകുന്ന സഹായം ശ്രദ്ധേയമാകുന്നു. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെയാണ് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാർഷിക മേഖലയുടെ മുന്നേറ്റത്തിനായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. ലോകബാങ്ക് സഹായത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെയാണ് സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്തുന്നത്. ഈ പദ്ധതിയിലൂടെ ആവശ്യമായ സഹായവും പ്രോത്സാഹനവും നൽകിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേര പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന 25 ലക്ഷം രൂപയുടെ ഗ്രാന്റാണ് ഒരു മുഖ്യ ആകർഷണം. തെരഞ്ഞെടുക്കപ്പെടുന്ന 150 സ്റ്റാർട്ടപ്പുകൾക്ക് അവരുടെ നൂതനാശയങ്ങളെ പ്രായോഗികവൽക്കരിക്കുന്നതിനും കർഷകർക്ക് പ്രയോജനപ്പെടുത്തുന്നതിനുമാണ് ഗ്രാന്റ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ ഏകദേശം 40,000-ഓളം കർഷകർ, കർഷക സംഘങ്ങൾ, കൃഷി സംരംഭകർ എന്നിവർക്ക് പ്രയോജനം ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കെമിക്കലുകളില്ലാത്ത ശർക്കരയുടെ പേറ്റന്റുമായി IIT ദമ്പതികൾ. രാസവസ്തുക്കൾക്ക് പകരം വെണ്ടനീര് ഉപയോഗിക്കുന്ന പുതിയ സംസ്കരണ രീതിയാണ് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ശർക്കര വ്യവസായത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരുന്ന കണ്ടുപിടുത്തമാണ് IIT മുംബൈയിലെ 2 ശാസ്ത്രജ്ഞന്മാരുടേത്. ശർക്കര ഉൽപ്പാദനത്തിന് കെമിക്കൽ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന പുതിയൊരു സംസ്കരണ രീതിയാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. IIT ബോംബെയിലെ ഡോക്ടർ വിശാൽ സർദേശ് പാണ്ഡെയും ഭാര്യയും നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിലെ സീനിയർ ശാസ്ത്രജ്ഞയുമായ ഡോക്ടർ മാധവി സർദേശ് പാണ്ഡെയുമാണ് കണ്ടുപിടുത്തത്തിന് പിന്നിൽ. റിസോഴ്സ് എഫിഷ്യന്റ് ജാഗ്രി പ്രോസസിംഗ് എന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തുകൊണ്ടാണ് കെമിക്കലില്ലാത്ത ശർക്കര ഉൽപ്പാദനത്തിന് തുടക്കമായിരിക്കുന്നത്. ഈ സാങ്കേതികവിദ്യ കർഷകർക്കും ഗ്രാമീണ വനിതാ സംരംഭകർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതും ലാഭകരവുമാണെന്നാണ് ഇവരുടെ പക്ഷം. നിലവിലെ പരമ്പരാഗത രീതിയിലുള്ള ശർക്കര ഉൽപ്പാദനത്തിൽ നിറം കൂട്ടാനും കൂടുതൽ കാലം നിലനിർത്താനുമായി മായം ചേർക്കുന്നുണ്ട്. കൂടാതെ ഉൽപ്പാദനത്തിന് ചില കെമിക്കലുകളുടെ ഉപയോഗം ഒഴിച്ചുകൂടാനാവാത്തതുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 183, RSS 5 180, ലാറ്റക്സ് 129, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 71,000, കുരുമുളക് അൺഗാർബിൾ 69,000, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 33,200, കൊപ്ര 20,000, ചുക്ക 28,000.